ടി ജി സാർ, നാളെ നമുക്ക് മകരവിളക്കാണെന്നറിയാലോ. അപ്പോൾ നമ്മൾ ഈ മകരവിളക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാന്റെ തിരുവാഭരണം വരുന്നതും ആ തിരുവാഭരണ ഘോഷയാത്ര വന്നതിന് ശേഷം നമുക്ക് ദീപാരാധന നടക്കുന്നതും ഭഗവാനെ നമുക്ക് വർണ്ണ ആഭരണങ്ങളാൽ നിറഞ്ഞ് ഭഗവാനെ കാണുന്നതും അതോടൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും മകരവിളക്കും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ഇതൊരു വിശ്വാസമാണ്. നമ്മൾ അന്ധമായിട്ട് നമ്മൾ മകരവിളക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ അലിഞ്ഞു ചേർന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള മകരവിളക്കിനെ ഇന്നിപ്പോൾ കുറച്ചാൾ, അതായത് കമ്മികൾ അല്ലെങ്കിൽ സുഡാപ്പികളായിട്ട് ആൾക്കാർ പറയുന്നത് ഇത് നിങ്ങൾ കുറച്ച് കാട്ടിനുള്ളിൽ ജ്യോതി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്, ഇതൊക്കെ അനാചാരമാണ്, ഇങ്ങനെയൊന്നും പാടില്ല, ഇതൊക്കെ ആകെ നിർത്തിക്കൂടെ, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് പോലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നു. ഇതിനെക്കുറിച്ചിട്ടൊക്കെ അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഇല്ല, ഇതെന്താ ഇതിൽ അനാചാരം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ ക്ഷേത്രത്തിലുള്ളതാണ് വിളക്ക്, എല്ലാ വീട്ടിലും ഉള്ളതാണ് വിളക്ക്. വൈകുന്നേരം ഇപ്പോൾ സന്ധ്യാനാമം ചൊല്ലുക എന്നൊക്കെയുള്ള സമ്പ്രദായം തീരെ കുറഞ്ഞു, ഇല്ലാതായി നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും ഒരു നിലവിളക്ക് കൊളുത്തും. ഈ നിലവിളക്ക് മനുഷ്യനാണ് കൊളുത്തുന്നത്. മിക്കവാറും വീട്ടിലെ സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളായിരിക്കും. അതെന്തോ സ്ത്രീകളുടെ ഒരു റിസർവ്ഡ് ഏരിയയാണ്. പുരുഷന്മാർ വിളക്ക് കൊളുത്താറൊക്കെയുണ്ട്, പക്ഷേ സന്ധ്യയ്ക്ക് ഒരു വിളക്ക് കൊളുത്തി ഉമ്മറത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നത് എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ അത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ വെറുതെ ഇറയത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾ വരെ എണീറ്റ് തൊഴും, വിളക്കിനെ തൊഴും. വിളക്ക് ഈശ്വരൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണും. ഇത് മകരവിളക്കായി കഴിയുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറും. ശബരിമലയിൽ നിന്ന് പൊന്നമ്പലമേട്ടിലെ വിളക്ക് തൊഴുക, അവിടെ അത് കത്തിക്കുന്നതല്ലേ ആണ് എല്ലാവർക്കും അറിയാം. കത്തിക്കാതെ ഒരു വിളക്കുണ്ടാവില്ല, അല്ലെങ്കിൽ വല്ല ഇടിവെട്ടിയോ ഒക്കെ തീ പിടിച്ചോ ഒക്കെ ഉണ്ടാവുന്നു. ഇതങ്ങനെയല്ല, ആ സമയത്ത് കത്തിക്കുന്നതാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൊഴുന്നത്. അതിൽ അന്ധവിശ്വാസവും സംഗതി എന്താ? വീട്ടിൽ നമുക്കറിയാം നമ്മുടെ അമ്മയാണ് ദീപം എന്ന് പറഞ്ഞുകൊണ്ട് വിളക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് തൊഴുന്നു. ഇത് അമ്മയാണ് കത്തിക്കുന്നത് നമുക്കറിയാം. അതിൽ അന്ധവിശ്വാസം എന്താ? പ്രശ്നം എന്താ? എനിക്ക് മനസ്സിലാവണില്ല. ദീപാരാധന എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതാണല്ലോ. വൈകുന്നേരം ദീപാരാധനയ്ക്ക് എല്ലാവരും തിക്കിത്തിരക്കി തൊഴും. അത് നമുക്ക് കാണാം. പൂജാരിയാണ്, ആരതി കയ്യിലുണ്ട്, അത് ഒഴിയുന്നൊക്കെ നമുക്ക് കാണാം. മാൻമെയ്ഡാണ്. അല്ലാതെ സെലസ്റ്റൽ പ്രകാശത്തെ മാത്രമേ നമ്മൾ തൊഴുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് മകരവിളക്കിൻ്റെ മകരജ്യോതി വേറൊന്നാണ്. അതൊരു സെലസ്റ്റൽ നക്ഷത്രം. ആ സമയത്ത് ആ നക്ഷത്രത്തിൻ്റെ സമയമൊക്കെ നോക്കിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊത്തം. മകരവിളക്കിൻ്റെ സമയവും ഈ സീസണും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഉത്സവങ്ങളെല്ലാം തന്നെ ഡിപ്പെൻഡിങ് ഓൺ സെലസ്റ്റിയൽ ബോഡീസ് ആണ്, ഇല്ലേ? നക്ഷത്രം നോക്കിയാണ് നമ്മളുടെ ജനനം, 28 കെട്ട്, ഉപനയനമുള്ളവർക്കാണെങ്കിൽ അത്, വിവാഹം, ഇതെല്ലാം നക്ഷത്രം നോക്കിയാണ്, ഇല്ലേ? ആ നക്ഷത്രം നോക്കിയിട്ട് അതിന് തുല്യമായ ഇംഗ്ലീഷ് ഡേ കണ്ടുപിടിച്ചിട്ട് ആ ദിവസം വിവാഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിക്കും. ബട്ട് മുഹൂർത്തം എന്ന വാക്ക് തർജ്ജമ ചെയ്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. മുഹൂർത്തം മലയാളത്തിൽ മുഹൂർത്തമാണ്, ഹിന്ദിയിൽ മുഹുറത്ത് ആണ്. അതിന് ഒരു ഇംഗ്ലീഷ് തർജ്ജമയില്ല, ഉപയോഗിക്കാറുമില്ല. ഈ മുഹൂർത്തം എന്നാണ് വരുന്നത്. ആ നക്ഷത്രമൊക്കെ നോക്കിയിട്ട് അത് കൊള്ളാവുന്ന നക്ഷത്രമാണ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിന് തുല്യമായ ഇംഗ്ലീഷ് ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് ആ വെഡ്ഡിങ് കാർഡ് അടിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവനും തന്നെ നക്ഷത്രങ്ങളെ ആശ്രയിച്ചാണ്. നക്ഷത്രങ്ങളെ കുറ്റം പറയുന്നവർ പോലും നക്ഷത്രങ്ങളെ ആശ്രയിച്ച് സ്വന്തം ജീവിതം രൂപപ്പെടുത്തിയ ആൾക്കാരാണ്. അവർ നിൽക്കുന്ന അടിത്തറയെയാണ് അവർ തള്ളിപ്പറയുന്നത്. അവരത് അറിയുന്നില്ല. പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് വിചാരിച്ചിട്ട് അടിത്തറ അവരെ തള്ളിക്കളയുന്നുണ്ടോ? നീ എൻ്റെ പുറത്ത് നിൽക്കണ്ട, പോടാ എന്ന് അടിത്തറ പറയാറില്ല. ഞാൻ ഇവിടെ ഉണ്ട്, എൻ്റെ പുറത്ത്, എൻ്റെ നെഞ്ചത്ത് നിനക്ക് എന്ത് ഡാൻസ് വേണമെങ്കിലും കളിക്കാം. ഇതാണ് ഒരു ഹിന്ദു സമ്പ്രദായം. അതുകൊണ്ട് മകരവിളക്കിലും തെറ്റില്ല, മകരജ്യോതിയിലും തെറ്റില്ല. ഈ മകരവിളക്ക് നമുക്ക് ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ടൊരു
ഇങ്ങനെ ഒരു വാമൊഴിയായിട്ടൊക്കെ പറയുന്ന കേൾക്കുന്നത്, അതിനെക്കുറിച്ച്? ഒരു പക്ഷേ ട്രൈബൽസ് ആയിരുന്നിരിക്കാം ഒരു കാലത്ത് അത് കത്തിച്ചിരിക്കുക. പിന്നെ ഈ പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് വന്നു, PIP. പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് വന്നപ്പോൾ ഒരുപാട് വനവാസി കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കി. കുറച്ച് പേർക്ക് സ്ഥലം കൊടുത്തു, കുറച്ച് പേര് നമ്മുടെ സർക്കാർ പരിപാടി അറിയാമല്ലോ, ഇറക്കി വിടും, പക്ഷേ വേറെ സ്ഥലം കൊടുക്കില്ല. കൊടുക്കാമെന്നൊക്കെ പറയും, കുറച്ച് സ്ഥലം അലോട്ട് ചെയ്യും. അത് ദുർഘടം പിടിച്ച സ്ഥലം, പുല്ല് പോലും കിളുക്കാത്ത മുട്ടക്കൊന്നൊക്കെ ആയിരിക്കും, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അവരെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പൊക്കോളും. ഇപ്പോൾ നമ്മുടെ മൂലമ്പള്ളി കുടിയിറക്കുക കണ്ടില്ലേ, ഇറക്കി വിട്ടു, തരാമെന്നൊക്കെ പറഞ്ഞു, പിന്നെ എന്തോ ചെളിവെള്ളത്തിൽ സ്ഥലം കൊടുത്തു, അവിടെ പൊറുക്കാൻ വയ്യ, പിന്നെ ആരും അവരെ ഓർക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റിലും സംഭവിച്ചു. അപ്പോൾ ഇവർ അവിടെ എത്തിപ്പെട്ടാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് ഇവർ താമസിച്ചുകൊണ്ട്. ഒന്നാമത് വളരെ ദുർഘടം പിടിച്ചൊരു സ്ഥലമാണ് പൊന്നമ്പലമേട്. ശബരിമലയിൽ നിന്ന് പിന്നെയും ചെങ്കുത്തായ കയറ്റം കയറിയാലേ പൊന്നമ്പലമേട്ടിലെത്താൻ പറ്റുള്ളൂ. അസാമാന്യമായ ആരോഗ്യമുള്ളവർക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇത് കത്തിക്കാൻ ആളില്ലാതെ വന്ന് കാണണം. അപ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെയും ഫോറസ്റ്റിലെയും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ തുടങ്ങി. അവർ പ്രൊഫഷണൽസാണ്, അവർക്കറിയാം, ക്ലൈംബിംഗ് ടെക്നിക്ക് അറിയാം, അവിടെ വന്യമൃഗങ്ങളുമുണ്ട്. ഇതില്ലാതെ കുഴപ്പം കൂടാതെ അവിടെ പോകാനായിട്ട് ഒരു ടീം അവിടെ പോയിട്ട് മകരവിളക്ക് കത്തിക്കാൻ തുടങ്ങി. മകരവിളക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇരുമ്പ് ഷീറ്റിൽ കർപ്പൂരമിട്ട് കത്തിച്ചിട്ട് ആ ഷീറ്റ് ഇങ്ങനെ പൊക്കി കാണിക്കുക. അപ്പോൾ ശബരിമലയിൽ നോക്കുമ്പോൾ ഇത് കാണാം. ആ സമയത്ത് ഒരു ചെറിയ തിരി കത്തിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കാണാൻ പറ്റില്ല. ഒരു വലിയ പന്തം കത്തിച്ചാൽ പോലും കാണണമെന്നില്ല, ചെറിയൊരു മിന്നായം പോലെ കാണും. ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഹൈറ്റും ഉണ്ട്. അപ്പോൾ വലിയൊരു പ്രകാശം വളരെ പെട്ടെന്ന് ഉണ്ടാക്കണം. അതിനെന്താ പറ്റിയത്? കർപ്പൂരമാണ് അല്ലേ. കർപ്പൂരം ബും എന്നങ്ങ് കത്തും. അതുകൊണ്ടാണ് കർപ്പൂരം അതിന് ഉപയോഗിക്കുന്നത്. ഇതിലൊക്കെ തെറ്റെന്താ? പരമ്പരാഗതമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു, ശരിയാണ്, ചെയ്തുകൊണ്ടിരുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ബ്രോഡ്ലി ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡും ഫോറസ്റ്റ് ഓഫീസറും ഒക്കെ വരുന്നത് പിന്നീടാണ്. ശബരിമല അതിന് മുമ്പും ഉണ്ട്. അപ്പോൾ അന്ന് ആരായിരിക്കും കത്തിച്ചിരിക്കുക? ഈ കൂട്ടരാണ്. ഇവർക്ക് അത് പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പൊന്നമ്പല വീട്ടിലെത്താൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പൊന്നമ്പല വീട്ടിൽ പോയാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏക സാഹിത്യകാരൻ SK പൊറ്റക്കാടാണ്. അദ്ദേഹം യാത്രാ വിവരണങ്ങൾ എഴുതുമായിരുന്നില്ല. അപ്പോൾ അതിൽ എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലേഖന സമാഹാരമാണത്. അതിൽ അദ്ദേഹം പൊന്നമ്പലമേട്ടിൽ പോയ അനുഭവം എഴുതുന്നുണ്ട്. പൊന്നമ്പലമേട് എന്ന പോലെ മനോഹരമായ വേറൊരു വാക്ക് കേരളത്തിലെ ഒരു സ്ഥലത്തിനും ഇല്ല എന്നാണ് SK പൊറ്റക്കാട് എഴുതിയിരിക്കുന്നത്. അത്രയ്ക്കും മനോഹരമായൊരു പേര് പൊന്നമ്പലമേട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം തിരുവനന്തപുരത്തെ പാൽക്കുളങ്ങര മനോഹരമായൊരു പേരല്ലേ, ശ്രീവരാഹം, അങ്ങനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം എഴുതി പൊന്നമ്പലമേടാണ്. അദ്ദേഹം എത്രയോ ലോക രാജ്യങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ച ആളാണ്. ഇത്രയും മനോഹരമായൊരു പേര് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് SK പൊറ്റക്കാട് ദുർഘടത്തിൽ അങ്ങനെ കയറിപ്പോയി. അന്ന് അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയറി. അങ്ങനെ അവിടെ കയറാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ ഇന്നും ഞാൻ വിചാരിക്കുന്നത് ഈ ദേവസ്വം ബോർഡിനൊരു കൊമേഴ്ഷ്യൽ ആംഗിൾ ഉണ്ടല്ലോ, വരുമാനവും വേണമല്ലോ. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കൈലാസത്തിലൊക്കെ പോകാൻ ഹെൽത്തി ആയിട്ടുള്ള ഇത്ര പേരെ സെലക്ട് ചെയ്യും. ചൈനയുടെ അനുവാദത്തോടെ അവിടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഫീസ് അടച്ചിട്ട് ഒക്കെ നോക്കിയിട്ട് അവിടെ ഓക്സിജൻ കുറവാണ്, ആ മുൻകരുതലുകളെല്ലാം എടുത്തിട്ട് ലിമിറ്റഡ് ആൾക്കാരെ കൈലാസത്തിൽ കൊണ്ടുപോകും. അതാണ് കൈലാസ് മാനസരോവർ യാത്ര. ഇതുപോലെ നിങ്ങൾക്കൊരു പൊന്നമ്പലമേട് യാത്ര വയ്ക്കാവുന്നതേ ഉള്ളൂ. യു ക്യാൻ മേക്ക് മില്യൺസ് ഓഫ് റുപ്പീസ്. ആൾക്കാർ തയ്യാറാകും, ആരോഗ്യമുള്ളവരെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഫോറസ്റ്റുകാരുടെ സംരക്ഷണയോടെ പൊന്നമ്പലമേട്ടിൽ കൊണ്ടുപോയി കാണിക്കുക. പൊന്നമ്പലമേട്ടിൽ നിന്ന് അല്പം താഴെയായിട്ട് തകർന്നു കിടക്കുന്ന ഒരു വിഷ്ണു ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ എന്നാണ് SK പൊറ്റക്കാട് എഴുതിയിരിക്കുന്നത്. ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ ആർക്കും താല്പര്യമൊന്നും കാണുന്നില്ല. അത് പുനരുദ്ധരിക്കേണ്ടതല്ലേ? പൊളിഞ്ഞു കിടക്കുന്ന എത്രയോ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ടിപ്പു സുൽത്താൻ നശിപ്പിച്ചുകൊണ്ട്
ഹിന്ദുക്കൾ സ്വയം മാന്തി കയ്യേറി കൊണ്ടുപോയതാണ്. ക്ഷേത്രം അവരുടെ കോമ്പൗണ്ടിലാക്കി. പിന്നെ അത് പൊളിച്ചിട്ട് അതിൻ്റെ വിഗ്രഹം മാത്രം ഒരു പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി അവിടെ മൂലയ്ക്ക് വെച്ച് ദൈവത്തിൻ്റെ അടുത്ത് ജാമ്യമൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ബട്ട് പൊന്നമ്പലമേട്ടിൽ ഈ വിഷ്ണു ക്ഷേത്രം ആരും ക്ലെയിം ചെയ്തിട്ടില്ല. അത് ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. പക്ഷേ തകർന്നടിഞ്ഞ് ഇലകൾ മൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പൊന്നമ്പലമേട്ടിൻ്റെ ഇതിനെയെല്ലാം ചേർത്തിട്ടാണ് ഈ തൊഴുന്നത്. അവിടെയുള്ള വിഷ്ണു ക്ഷേത്രത്തെയും മകരജ്യോതിയെയും ഒക്കെ തൊഴുന്നു. പ്രകാശത്തെ ബഹുമാനത്തോടെ കാണുന്ന ഒരു സംസ്കാരം അതേ ഉള്ളൂ ഇത്. അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ പണ്ടേ അസ്തമിച്ചതാണ്. പണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു, ഇതെന്തോ അത്ഭുത ജ്യോതിയാണ്, തന്നെത്താൻ കത്തുന്നതാണെന്നൊക്കെ. തന്നെത്താൻ കത്തുന്നതല്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം. അന്ന് ആൾക്കാർ ഞങ്ങൾ അവിടെ പൊന്നമ്പലമേട്ടിൽ പോയിട്ട് വി വിൽ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് മാൻ മെയ്ഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത്, വേണ്ട അതിൻ്റെ പേരിൽ ആരും അവിടെ വലിഞ്ഞു കയറി ആപത്തൊന്നും വരുത്തണ്ട, അത് കത്തിക്കുന്നത് തന്നെയാണ് ഫോറസ്റ്റും ഇലക്ട്രിസിറ്റി ബോർഡും ചേർന്നാണ് അത് കത്തിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞപ്പോൾ ആ വിവാദം അസ്തമിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.